ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുവാണ്. അപ്പോൾ നമുക്ക് മാഗിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മാഗി എടുക്കുക. ഞാൻ വെറുതെ ഇവിടെ കിട്ടിയ മാഗിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ പാൻ ചൂടാക്കാൻ വെക്കണം. എന്നിട്ട് നമ്മൾ സവോളയും ക്യാരറ്റ് വേണം. എന്നിട്ട് ആ പാനിലോട്ട് ബട്ടർ ഇടണം കേട്ടോ. ബട്ടർ ആണെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ഉണ്ടല്ലോ, സവോളയും പിന്നെ ക്യാരറ്റ് എടുത്തിടണം. ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഒരു മീഡിയമായിട്ട് വഴറ്റി എടുത്താൽ മതി. പിന്നെ എന്ത് ചെയ്യുക, നൂഡിൽസിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ നോക്കുക കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ നോക്കുവാണ്. ഞാൻ പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല 2 സോസും പിന്നെ രണ്ട് സോസ്, എന്തൊരു പൊടികൾ കേട്ടോ, എന്തൊരു വെള്ള കളർ പൊടി, പിന്നെ ചില്ലി ഫ്ലെക്സ് ആയിരുന്നു തോന്നുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഇത്തിരി കുരുമുളക് പൊടി വേണം കേട്ടോ. നമ്മൾ നേരത്തെ വരട്ടി ഉണ്ടായിരുന്നില്ലേ, അതിലോട്ട് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ അതിലോട്ട് ഇത്തിരി ചിക്കൻ മസാല ഇട്ടിട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ നൂഡിൽസ് അതിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നൂഡിൽസ് അങ്ങോട്ട് ഇടുന്ന് വെന്ത് കിട്ടുമ്പോൾ നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ലേ, ആ എല്ലാ മസാലയും കൂടി ഇടണം കേട്ടോ. പിന്നെ നമ്മൾ ഇത്തിരി കോളിഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലോട്ട് ഇട്ടാണ് ഞാൻ. അപ്പോൾ ആ ഒരു കോളിഫ്ലവർ, പിന്നെ നമ്മൾ സോസ് ഇട്ടോ. സോയാ സോസ് അല്ല, വേറെ ഒന്നൊരു ഇതാട്ടോ ഞാൻ ഇപ്പോൾ ഒഴിക്കണത്. ഫസ്റ്റ് ചോദിച്ചാൽ എന്തൊരു എണ്ണയായിരുന്നു കേട്ടോ, എന്തോ ഒരു എണ്ണ. അതിൻ്റെ ഇടയ്ക്കൊരു മാഗിയുടെ കവർ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിലിട്ട് നോക്കിയപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. പിന്നെ അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം പിന്നെ എന്തൊരു വൈറ്റ് കളർ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. എന്തോ ഒരു വൈറ്റ് കളർ പൊടി കണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലത്തെ ഒരു വൈറ്റ് കളർ പൊടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതും നല്ല മണമുള്ള പൊടിയാട്ടോ. ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയില്ല നമ്മൾ. പിന്നെ വെള്ള കളറായിരുന്നു, അത് ഫുള്ളിട്ട്. ഇതെന്താ കട്ടിയായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. എന്നിട്ട് നമ്മൾ ഞാൻ ചില്ലി ഫ്ലെക്സ് എന്ന് പറഞ്ഞില്ല, ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കണം കണ്ടോ. അപ്പോൾ ആ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കോളിഫ്ലവർ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കണം. എനിക്ക് ഇഷ്ടമുള്ള അത്രയും കോളിഫ്ലവർ ഇടാം കേട്ടോ. എനിക്ക് ഇപ്പോൾ കുറച്ചുണ്ടായല്ലോ കോളിഫ്ലവർ, അപ്പോൾ എല്ലാം കൂടി എടുത്തിട്ട് പിന്നെ ഒന്നുമില്ല, നമ്മുടെ പ്ലേറ്റിലോട്ട് എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.